Pro-Culina's പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്ന ഒരു കുട്ടികളുടെ ഫേവറിറ്റ് എന്ന് പറയാൻ പറ്റുന്ന നൂഡിൽസ്. നൂഡിൽസ് എപ്പോഴും നമ്മൾ ചെയ്യുന്നത് മാഗി നൂഡിൽസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നൂഡിൽസ് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നൂഡിൽസ് നമ്മളെപ്പോഴും മാർക്കറ്റിൽ നിന്ന് മേടിക്കുകയാണ് പതിവ്. പക്ഷേ ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് റോ നൂഡിൽസ്. നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും, കടകളിലൊക്കെ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവാം, ഒരു വൈറ്റ് കളറിലൊരു റോ ആയിട്ടുള്ള നൂഡിൽസ് നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാം? സാധാരണ ഞാൻ മാർക്കറ്റിൽ പോകുമ്പോൾ എല്ലാവരും നോക്കും, അത് അതുപോലെ തന്നെ എടുത്ത് വയ്ക്കും. അപ്പോൾ കാരണം വെച്ചാൽ അത് ഉണ്ടാക്കാൻ കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ടാണ് നമുക്കത് തിരിച്ചു വയ്ക്കുന്നത്. അപ്പോൾ അത് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്, ഇത് ഏത് രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത്. എനിക്ക് തോന്നുന്നു അതൊരു ചൈനീസ് ഡിഷാണ്. നമ്മുടെ നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ചൗമീൻ. ചൗമീൻ അത് എഗ്ഗ്, മുട്ട വെച്ചിട്ടുണ്ട്, ചിക്കൻ വെച്ചിട്ടുണ്ട്, വെജിറ്റബിൾ ഉണ്ട്, എല്ലാ രീതിയിലും നമുക്കവരെ പ്രിപ്പയർ ചെയ്ത് തരും. വളരെ ഫാസ്റ്റായിട്ട്, വളരെ കലാപരമായിട്ട് ചെയ്തു തരുന്നൊരു ഫുഡാണ്. സ്ട്രീറ്റ് ഫുഡ് എനിക്ക് തോന്നുന്നു നമ്മളുടെ ഇവിടേക്കാളുടെ നോർത്ത് സൈഡിൽ സ്ട്രീറ്റ് ഫുഡ് ഏറ്റവും കൂടുതൽ വിൽക്കുന്ന സ്ഥലമാണ്, കഴിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഭംഗിയിൽ അവർ പെട്ടെന്ന് സഡനായിട്ട് ഉണ്ടാക്കി തന്ന ഒരു ഡിഷാണിത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു നൂഡിൽസ് ആണെന്ന് ഞാൻ പറഞ്ഞു. നൂഡിൽസ് നമ്മൾ പുറത്ത് മാർക്കറ്റുകളിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഒരു തരം നൂഡിൽസാണിത്. കാരണം നമ്മൾ മാഗിയൊക്കെ മേടിക്കാൻ പോകുമ്പോൾ നമ്മൾ കാണാറുണ്ടത്. പക്ഷേ എനിക്ക് തോന്നുന്നു മാക്സിമം ആളുകൾക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ഒന്നുമില്ല. എല്ലാവരും നോക്കും, ഞാൻ മിക്കവാറും മാർക്കറ്റിൽ പോകുമ്പോൾ ആൾക്കാർ കാണാറുണ്ട്, ഇത് ആൾക്കാർ നോക്കും, അത് അതുപോലെ തന്നെ തിരിച്ചു വയ്ക്കും. എന്നിട്ട് നമ്മളിങ്ങനെ സംശയത്തോടു കൂടി നോക്കും ഇത് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ള കാര്യം. അപ്പോൾ ഞാനത് ഉണ്ടാക്കാനുള്ള വഴിയാണ്. ഇതാദ്യം നമ്മൾ തിളച്ച വെള്ളത്തിൽ കുറച്ച് ഉപ്പും കുറച്ച് എണ്ണ, കുക്കിംഗ് ഓയിലും കൂടെ ഒഴിച്ച് ചൂടുവെള്ളത്തിലിട്ട് വേവിക്കുകയാണ് നൂഡിൽസ്. ഓക്കെ, നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ ഇതിന് ചൗമീൻ എന്നൊക്കെയാണ് പറയുന്നത്, നമ്മളിതിന് നൂഡിൽസ് എന്ന് തന്നെ വിളിക്കും. കാരണം ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവണ്ടെന്ന് എഴുതിയിട്ടാണ് കേട്ടോ നൂഡിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല തിളച്ച വെള്ളത്തിലേക്കാണ് ഉപ്പിട്ടു കുക്കിംഗ് ഓയിൽ ഒഴിച്ചതിന് ശേഷം ശകലം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഞാനിതിനകത്ത്. കാരണം എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കളറ്, പിന്നെ അത് മാത്രമല്ല ഇത് പുറത്തുനിന്ന് കൊണ്ടുതന്നെ കാരണേ ചെറിയൊരു എന്തെങ്കിലുമൊക്കെ അണുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഒരു തരി, അധികമൊന്നുമില്ല, ശകലം മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് വേവിച്ചെടുത്തു. നൂഡിൽസ് വേവിച്ച് കുഴയരുത് ഒരിക്കലും, നന്നായിട്ട് വേവിച്ചെടുക്കണം. നമുക്കത് നോക്കുമ്പോൾ മനസ്സിലാവും, നൂഡിൽസ് നമുക്ക് എടുക്കുമ്പോൾ മനസ്സിലാവും നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന്. ഓക്കെ, ഓൾമോസ്റ്റ് അത് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് സ്റ്റിക്കി ഒന്നുമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല. സോ ഇത് വെന്തിട്ടുണ്ട്. വെന്ത് കഴിഞ്ഞതിനകത്തേക്ക് എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു അതിനകത്തേക്ക്. പിന്നെ അത് വേവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ തണുത്ത വെള്ളം ഒഴിക്കുന്നത്. ആ വെള്ളത്തിലേക്ക് തണുത്ത വെള്ളം ഒഴിക്കുമ്പോൾ പിന്നെ ആ വേവുക, പിന്നെയും വേവുന്ന എന്നുള്ള പ്രോസസ്സ് ഇല്ലാതെയാവും. അത് കഴിഞ്ഞതിന് ശേഷം അത് ഡ്രെയിൻ ചെയ്യാൻ വെച്ചു, വെള്ളം കളയാനായിട്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടായി വയ്ക്കുന്നു, ഒരു പാത്രം വയ്ക്കുന്നു, അതിനകത്തേക്ക് ഒരു അര ടീസ്പൂണോളം എണ്ണ ഒഴിക്കുന്നു. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മളിത് മുട്ട വെച്ചിട്ടുള്ള ഇതാണ് ചെയ്യുന്നത്. സോ 2 മുട്ട എടുക്കുന്നു, അത് അതിനകത്തേക്ക് പൊട്ടിച്ചൊഴിക്കുന്നു. ഈ മുട്ട ആദ്യം നമ്മൾ ഇത് ചെയ്ത് മുട്ട പതുക്കെ ഒന്ന് സ്ക്രംബിൾ ചെയ്തെടുത്തതിന് ശേഷമാണ് പിന്നെയാണ് നമ്മൾ ഉണ്ടാക്കാൻ ചെയ്യുന്നത്. നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് മുട്ട ഇടുന്നത്, പക്ഷേ ആദ്യം നമ്മളത് ചിക്കി മാറ്റി എടുത്ത് വയ്ക്കും, അതിനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ മുട്ടയുടെയൊക്കെ എണ്ണം കൂട്ടണമെങ്കിൽ കൂട്ടാം കേട്ടോ. ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. സോ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇവിടെയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ അതിനകത്തേക്ക് നന്നായിട്ടൊന്ന്, ഒരുപാട് ഡ്രൈ ആവണ്ട, ചെറുതായിട്ടൊന്ന് ഇതായി കഴിയുമ്പോൾ അതിനകത്തേക്ക് ശകലം ഉപ്പ് ചേർക്കുന്നു. ഉപ്പ് ചേർത്ത് ആ മുട്ടയ്ക്ക് വേണ്ട ഉപ്പ് മാത്രമേ ഞാൻ അത് ചേർത്തിട്ടുള്ളൂ. കാരണം നമ്മൾ കടിക്കുമ്പോൾ മുട്ടയ്ക്ക് ഉപ്പ് വേകാൻ വേണ്ടിയിട്ട് ഒരു ശകലം ഉപ്പും കൂടി ചേർത്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റി, അധികം ഡ്രൈ ആവാത്ത രീതിയിൽ അത് വഴറ്റി എടുത്ത് മാറ്റി വയ്ക്കുക. നമ്മൾ ഈ പനി തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ നമ്മളിത് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കുക, അതാണ് ഇനി അടുത്ത പരിപാടി. അധികം ഞാൻ പറഞ്ഞല്ലോ മുട്ട അധികം ഇതാവരുത്, മാറ്റി വെച്ചു. സെയിം പാൻ, അത് നമ്മൾ മുട്ട എടുത്ത തന്നെയാണ് കേട്ടോ. അതിനകത്തേക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു. അത് എണ്ണ ഒഴിച്ച് എന്തിനാണെന്ന് വെച്ചാൽ ഇനി നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന വെജിറ്റബിൾസ്, ഞാൻ ഒരുമാതിരി വെജിറ്റബിൾസ് കരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആ വെജിറ്റബിൾസ് എല്ലാം ഓരോന്നായിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നു. അടുത്ത പരിപാടി അതാണ്. പിന്നെ ആദ്യത്തെ ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളി. നമ്മളുടെ നോർത്ത് ഇന്ത്യൻ ഡിഷിലെ ഏറ്റവും
ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെളുത്തുള്ളി തന്നെയാണ്. കാരണം അതിൻ്റെ ടേസ്റ്റും അതിന് മാക്സിമം എല്ലാ ഇവരുടെ ഡിഷിലും നമ്മൾ ഉപയോഗിക്കും വെളുത്തുള്ളി. അപ്പോൾ അതാദ്യം ഇതിൻ്റെ ഒരു ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഈ വെളുത്തുള്ളി ഇട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ കയ്യിൽ ഓരോന്നോരോന്ന് വെജിറ്റബിൾ, ഉള്ളി, ഒരു ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മളുടെ വെജിറ്റബിൾ വളരെ തിന്നായിട്ട് അരിയണം. അത് നമുക്ക് സ്ക്വയർ ആക്കണോ അല്ലെങ്കിൽ നീളത്തിൽ അരിയണോ എന്നുള്ളതൊക്കെ നമ്മളുടെ മാത്രം ഇഷ്ടമാണ്. അതിനുശേഷം നമുക്ക് പിന്നെ വേവാൻ പാടുള്ള ഒന്നാണ് ക്യാരറ്റ്. സോ ക്യാരറ്റും ഇട്ട് അപ്പോൾ നമ്മൾ നോക്കും, ഇതിനകത്ത് മാക്സിമം വെജിറ്റബിൾ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഉള്ളിയുണ്ട്, ക്യാരറ്റ് ഉണ്ട്, ക്യാബേജ് ഉണ്ട്, ബീൻസ് ഉണ്ട്, പിന്നെ ഷിംല മിർച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും ആ പേരൊരു കൺഫ്യൂഷൻ ഉണ്ടാവും കേട്ടോ. നമ്മുടെ എന്താ പറയുക, ഷിംല മിർച്ചിന് പറയുന്ന പേര് ഇടയ്ക്ക് വിട്ടുപോയി അതിൻ്റെ പേര്. അപ്പോൾ അതിനുശേഷം ഷിംല മിർച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ നമ്മളുടെ ക്യാരറ്റ് ശകലം അതിനകത്ത് പതുങ്ങി കിടക്കുന്നുണ്ടായിരുന്നേ. ക്യാരറ്റും പിന്നെ നമ്മുടെ ബീൻസും കൂടി ആഡ് ചെയ്തു. അതും ഒന്ന് ഇതിൻ്റെ ചൈനീസ് ഡിഷ് എപ്പോഴും ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, എപ്പോഴും ഫുൾ ഫ്ലെയിമിലായിരിക്കണം ഗ്യാസ് ഉണ്ടായിരിക്കേണ്ടത്. അത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്നും ചെയ്യരുത്. അത് അപ്പം തന്നെ സോട്ട് ചെയ്തെടുക്കുകയാണ്. താമസമൊന്നും ഉണ്ടാക്കാതെ നമ്മൾ അതിനകത്തേക്ക് 1 by 1 ആയിട്ട്. പിന്നെ ഏറ്റവും എളുപ്പം പെട്ടെന്ന് ഒതുങ്ങി കിട്ടുന്നതാണ് നമ്മുടെ ക്യാബേജ്. സോ ക്യാബേജ് നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ഒരുമാതിരി വെജിറ്റബിൾ മുഴുവൻ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ക്യാരറ്റും ബീൻസും ക്യാബേജും ഉള്ളിയും വെളുത്തുള്ളിയും ക്യാപ്സിക്കാണ് എനിക്ക് കിട്ടാതെ പോകുന്ന പേര്, എപ്പോഴും എനിക്ക് ആ പേര് മിസ്സായി പോകും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഈ നൂഡിൽസ് ഇത്തിരി ഹെൽത്തി ആയിട്ട് നമ്മൾ കുട്ടികൾക്ക് ഇത്രയും വെജിറ്റബിൾ എങ്ങനെയാണെങ്കിലും നമ്മുടെ കുട്ടികളുടെ ഉള്ളിലേക്ക് ചെല്ലും എന്നുള്ള ആ ഒരു ധൈര്യത്തിലാണ് നമ്മൾ ഇതിനകത്ത് എന്തായാലും മാറ്റി കളയാനൊന്നും പോകുന്നില്ല നമ്മൾ നൂഡിൽസ് കഴിക്കുമ്പോൾ ഈ വെജിറ്റബിളൊന്നും. അപ്പോൾ അതുകൊണ്ട് ഇത്രയും വെജിറ്റബിൾ, ഒരു തോരൻ നമ്മൾ യൂസ് ചെയ്യുന്ന അത്രയും വെജിറ്റബിൾ ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് സോട്ട് ചെയ്തെടുത്തു. കാരണം ഞാൻ പറഞ്ഞല്ലോ, അതൊന്നും അധികം സമയമൊന്നും വേണ്ട, ജസ്റ്റ് അതൊന്ന് ഇതായി കിട്ടിയാൽ മതി, വഴന്ന് കിട്ടിയാൽ മതി. പിന്നെ നമ്മളുടെ പച്ചക്കറിക്ക് വേണ്ട ഉപ്പ് കൂടി ചേർത്തു. നമ്മൾ ആദ്യം മുട്ടയ്ക്ക് ചേർത്തു, അതുപോലെ തന്നെ നമ്മൾ ഓരോന്നിനും ചേർത്ത് ഉപ്പ് ചേർത്താട്ടോ പോകുന്നത്, പിന്നെ വേറെ അല്ല ഇടുന്നത്. ഇതിനും കുറച്ച് ഉപ്പ് ചേർത്ത് അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. നോക്കുക എത്ര കളർഫുള്ളാണെന്നോ, ഓണത്തിന് പൂവിട്ട പോലെയുണ്ട് അല്ലേ, നല്ല മനോഹരമായിട്ടുള്ള. അപ്പോൾ നമ്മൾ ഇതും കൂടെ കൂടിയിട്ട് അധികം, ഞാൻ പറഞ്ഞല്ലോ ഈ ചൈനീസ് ഡിഷൊന്നും ഒരിക്കലും അധികം വെന്ത് കുഴഞ്ഞിരിക്കുന്ന സംഭവങ്ങളല്ല. അതൊക്കെ ഇങ്ങനെ ഈ പറഞ്ഞ മാതിരി ഒന്നൊന്നിനെ തൊടാതെ തന്നെയാണ് എല്ലാ വെജിറ്റബിളും കിടക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഇതിനകത്ത് ഇനി മൂടി വെച്ച് നമ്മളുടെയൊക്കെ തോരനൊക്കെ ഉണ്ടാക്കുന്നത് പോലെ അടച്ചു വെച്ചും മൂടി വെച്ചും വേവിക്കുന്ന ഒരു പ്രോസസ്സൊന്നും ഇതിനകത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വിചാരിക്കരുത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. കാരണം ഇതൊക്കെ വെന്തിട്ടുണ്ട്, ഇതിനകത്തൊന്നും ഒരിക്കലും പച്ചക്കടിക്കൊന്നും ഇല്ല. ഇങ്ങനെ തോന്നുമ്പോൾ തോന്നും അയ്യോ ഇതൊക്കെ പച്ചക്കേ കിടക്കുവാണെന്നൊക്കെ തോന്നും. പക്ഷേ ആ തോന്നലുകൾ മാത്രമാണ്. നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി അടുത്ത പരിപാടി, നമ്മൾ ഇതിനകത്ത് വേണ്ട സോസ് ഉപയോഗിക്കുക. ഇത് സോയാ സോസ്, ഏറ്റവും ആദ്യം ഉപയോഗിക്കുന്ന സോയാ സോസ്. 1 സ്പൂണോളം ഞാൻ സോയാ സോസ് യൂസ് ചെയ്തു. സോയാ സോസ് യൂസ് ചെയ്ത് കഴിഞ്ഞ് എല്ലാം ചെയ്യുമ്പോൾ അതൊന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് അപ്പോഴേ അങ്ങ് പോയേക്കുക കേട്ടോ. കാരണം അതൊന്നും ഇത് കിടന്നങ്ങനെയൊന്നും ചെയ്യരുത്. അപ്പം തന്നെ അതെല്ലാത്തിലും ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷമാണ് സോയാ സോസ് എടുത്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ചില്ലി സോസ്. ചില്ലി സോസ് നമ്മൾ വിനെഗർ കുറച്ച് ഒഴിച്ചു കേട്ടോ. കാരണം നമ്മളിതിനകത്ത് വേറെ പുളിക്ക് വേണ്ടിയിട്ട് വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. സോ നമ്മൾ ചില്ലി സോസ് അത് കഴിഞ്ഞതിന് ശേഷം വിനാഗിരി ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചില്ലി സോസ് യൂസ് ചെയ്യുന്നത്. ആദ്യം കുറച്ച് വിനാഗിരി എടുത്തു, വിനാഗിരി ഒഴിച്ചതിന് ശേഷം അതും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കയ്യിൽ ഗ്രീൻ ചില്ലി, എൻ്റെ കയ്യിലിരിക്കുന്ന ഗ്രീൻ ചില്ലിയാണ്, ഗ്രീൻ ചില്ലി സോസാണ്, അത് ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സോയാ സോസ്, ദെൻ വിനാഗിരി, ദെൻ ചില്ലി സോസ് റെഡ് ആവാം ഗ്രീൻ ആവാം, നിങ്ങളുടെ കയ്യിൽ എന്താണോ ഇരിക്കുന്നത് അത് യൂസ് ചെയ്യാം. ഇന്നത് വേണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. അത് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റെഡ് ആയാലും ഗ്രീൻ ആയാലും എന്തായാലും സെയിം ഇത് തന്നെയാണുള്ളത്. ഇനി നമ്മൾ ഒന്നുകൂടി യൂസ് ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ്.
ടൊമാറ്റോ ഇതാണ് നമ്മുടെ സോസ്. ടൊമാറ്റോ സോസും നമ്മളുടെ അതെനിക്ക് തോന്നുന്നു അത് നമ്മളുടെ ഈ ടൊമാറ്റോ സോസ് യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഇഷ്ടത്തിനാണ് കേട്ടോ. ചിലർക്ക് കൂടുതൽ കുറച്ച് മധുരമുള്ളത് ടൊമാറ്റോ സോസ് ചില കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചില കുട്ടികൾക്ക് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അത് കാരണം നമ്മളുടെ വീട്ടിലെ കുട്ടികളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് യൂസ് ചെയ്യാം. പിന്നെ നമ്മളെല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ടൊമാറ്റോ സോസും ചില്ലി സോസും നമ്മളുടെ ഇഷ്ടാനുസരണം നമുക്ക് എപ്പോഴും നമ്മൾ റെസ്റ്റോറൻറ്റുകളിൽ പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ മുമ്പിൽ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സോയാ സോസും ടൊമാറ്റോ സോസും ഒക്കെ നമ്മുടെ മുമ്പിൽ വെക്കും. അതുപോലെ വിനാഗിരി ഉൾപ്പെടെ എല്ലാം നമ്മളുടെ മുമ്പിലുണ്ടാവും. അത് നമ്മളുടെ ടേസ്റ്റ് അനുസരിച്ച് പുളി കുറവാണെന്ന് തോന്നിയാലും അല്ലെങ്കിൽ സോസ് കുറവാണെന്ന് തോന്നിയാലും നമുക്കിതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ വെജിറ്റബിളിൻ്റെ പരിപാടി കഴിഞ്ഞു. പിന്നെ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തു നമ്മൾ വേവിച്ച് വെച്ചിരുന്ന നൂഡിൽസ്. നമ്മൾ വേവിച്ചൊരു 3/4 ഭാഗത്തോളം വേവിച്ച് വെച്ചിരുന്ന അതും ഒരുമാതിരി വെന്ത നൂഡിൽസ് എല്ലാം കൂടെ കൂടി അതിനകത്തേക്ക് ഇട്ടു. ശേഷം നമ്മളതെല്ലായിടത്തും നമ്മുടെ വെജിറ്റബിളും സോസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം എല്ലായിടത്തും എത്താൻ പാകത്തിന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, മിക്സ് ചെയ്ത് നല്ല ശ്രദ്ധിക്കണം, അത് കുത്തി ഇളക്കരുത്. കാരണം വേറൊരു സ്പൂണും കൂടെ എടുത്തതിന് ശേഷം ശ്രദ്ധിക്കണം. കാരണം നമ്മളിത് ചെയ്യുമ്പോഴേ താഴെ പോവാതെയൊക്കെ ശ്രദ്ധിക്കണം. 2 ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. കാരണം കുത്തി ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടെക്സ്ചറേ മാറിപ്പോവും. അതുകൊണ്ട് ഇത് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും അധികം കുത്തി ഇളക്കാത്ത രീതിയിൽ ചെയ്യുക. ദെൻ നമ്മൾ ചേർക്കുന്നു, നമ്മൾ ആദ്യം എടുത്ത് ചെയ്ത് വച്ചിരിക്കുന്ന മുട്ട കൂടി അതിനകത്ത് ആഡ് ചെയ്യുന്നു. അപ്പോൾ വെജിറ്റബിളായി, മുട്ടയായി, നൂഡിൽസായി. ഏകദേശം നമ്മുടെ വൈകുന്നേരത്തെ ഡിന്നറിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം എല്ലാ ദിവസവും നമ്മൾ ഈ പറഞ്ഞതുപോലെ ചോറും ചപ്പാത്തിയും ദോശയൊക്കെ തിന്ന് മടുക്കും. നമ്മൾ ഒരേ ഭക്ഷണം തന്നെ കഴിക്കുമ്പോഴേ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൻ നമ്മളാണെങ്കിൽ പോലും ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് നമ്മളും ഇതൊക്കെ കഴിക്കുന്നത്, എല്ലാ ദിവസവും ഒരേ തരത്തിലുള്ള ഫുഡ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ ഒട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എനിക്ക് തോന്നുന്നു നമ്മൾ ചോറും കറിയൊക്കെ ഉണ്ടാക്കണേക്കാൾ എത്രയോ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്, കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യവും. അങ്ങനെ ഞാൻ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന നൂഡിൽസ് വെജിറ്റബിളും മുട്ടയും ഒക്കെ കൂട്ടി റെഡിയാക്കിയെടുത്തു. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്തു. കാരണം അതിനകത്തിന് വലിയ കാര്യമായിട്ടൊന്നും വെള്ളമോ അങ്ങനത്തെ ഉള്ള ഒന്നുമില്ല. അപ്പോൾ കറക്റ്റായിട്ട് നമ്മളുടെ ലെവലിലേക്ക് എത്തി. ഇനി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് പരിപാടി തീർക്കുന്നു. അപ്പോൾ അങ്ങനെ അത് കഴിക്കേണ്ട രീതിയിൽ നല്ല ചൂടോടെ തന്നെ, ഒരു തണുത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം കഴിക്കാൻ കൊള്ളുകയില്ല, നമ്മുടെ ശരീരത്തിന് നല്ലതുമല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് കഴിക്കാൻ നോക്കുമ്പോൾ ഇത് നല്ല ചൂടോടെ തന്നെ കഴിച്ചിട്ടുണ്ടാവണം. ഏറ്റവും ലാസ്റ്റ് ഞാനിങ്ങനെ പുറത്ത് പോകുമ്പോൾ നൂഡിൽസിൻ്റെ ഇതൊക്കെ മേടിക്കുമ്പോൾ എപ്പോഴും ഈ നൂഡിൽസിൻ്റെ തന്നെ കുറച്ച് മസാലകൾ എൻ്റെ കയ്യിൽ കരുതാറുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന നൂഡിൽസിൻ്റെ മസാല നമുക്ക് മാർക്കറ്റിൽ കിട്ടും കേട്ടോ. നൂഡിൽസിൻ്റെ മസാല ഒക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മോറ് പോലെ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ഷോപ്പുകളിലൊക്കെ കിട്ടും. അപ്പോൾ ഇത് ചേർത്തില്ലെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇതിൻ്റെ ഒരു മണം ടേസ്റ്റിനേക്കാളേറെ അതിൻ്റെ ഒരു മണമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനം ആഡ് ചെയ്തത്. ഇതില്ലാന്ന് കരുതി ഉണ്ടാക്കാതിരിക്കരുത്. ഇതില്ലേലും അതിൻ്റെ ഈ ഒരു തനതായിട്ടുള്ള ഈ സോസുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി അതിൻ്റെ ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. സോ അതും കൂടെ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ആ നൂഡിൽസ് മസാല കൂടി ആഡ് ചെയ്തു. ദെൻ പരിപാടി തീർന്നു. ഈ നൂഡിൽസിൻ്റെ പരിപാടി നമ്മൾ റെഡിയാക്കി. ഇനി നമുക്ക് ഭക്ഷണം വിളമ്പുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. ഗ്യാസ് ഓഫാണ്, അതൊക്കെ ഓഫ് ചെയ്തു. ഇനി ഞാൻ ഇതെന്താ പറയുക, വെജിറ്റബിൾ കണ്ടോ, എല്ലാ വെജിറ്റബിളും നല്ല വെജിറ്റബിൾ എല്ലാം അതിനകത്ത് കിടക്കുന്നുണ്ട്. മുട്ടയുണ്ട്, എല്ലാം തന്നെ ഹെൽത്തി, നമ്മളുടെ ശരീരത്തിന് വളരെ ഇതായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ആഹാരം തന്നെയാണ് അതിനകത്ത് ചേർത്തിട്ടുള്ളത്. ഇനി കഴിക്കുന്ന സമയമാണ്. ഇനി നമ്മളെല്ലാവരും കൂടി ഇന്നത്തെ ഈവനിങ് ഡിന്നർ ഇതാണ് ഇന്ന് പ്രിപ്പയർ. കാരണം ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഞങ്ങൾക്ക് വൈകുന്നേരം ഒരിക്കലും ചോറ് എന്നുള്ള കാര്യം അല്ലെങ്കിൽ കഞ്ഞി ഇതൊന്നും നമുക്ക് പറ്റാത്തതാണ്. സോ ഇന്നത്തെ വൈകുന്നേരത്തെ ഡിന്നർ ഞങ്ങൾ നൂഡിൽസ് വെച്ച് തീർക്കുന്നു. അപ്പോൾ എല്ലാവരോടും കൂടെ കൂടിയിട്ട് താങ്ക് യു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം അടുത്തൊരു വീഡിയോയിലൂടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കല്ലേ.